ഓം ഗം ഗണപതി നമ അവിഘ്നമസ്തു നാരായണ അഖില ഗുരു നമസ്തേ. ഓം നമ ശിവായ. ഓം ശരവണഭവ മുരുക. ഹായ്. അപ്പം നമ്മൾ 3-ാം ദിവസത്തെ കഥ പറഞ്ഞു, താരകാസുരനെ വധിച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞു താരകാസുരൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് അഹങ്കാരത്തെയാണ് അല്ലേ. അപ്പം നമ്മളിങ്ങനെ ആത്മാവിനെ ക്ലെൻസ് ചെയ്യുന്ന പ്രോസസ്സിലാണ് നമ്മൾ. അപ്പോൾ ആദ്യം മുന്നോടിയായിട്ട് അഹങ്കാരത്തിനെ നശിപ്പിക്കുന്നത്. അപ്പം 4-ാമത്തെ ദിവസം അങ്കുണ്ട യുദ്ധം എന്നാണ് പറയപ്പെടുന്നത്. അങ്കുണ്ട യുദ്ധം എന്ന് വെച്ചാൽ മഹായുദ്ധത്തിൻ്റെ അതിൻ്റെ ഉച്ചസ്ഥിതിയിലെത്തുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതായത് 3-ാം ദിവസം താരകാസുരൻ്റെ നാശത്തിന് ശേഷം 4-ാം ദിവസം യുദ്ധം അതിൻ്റെ ഏറ്റവും കൊടുമുടിയിലെത്തുന്നത്. പക്ഷെ ഇവിടെ എത്തുന്നതിന് മുന്നേ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മൾ 2-ാമത്തെ ദിവസം വെയിൽ ഗിഫ്റ്റ് ചെയ്തതൊക്കെ കണ്ടില്ലേ, പാർവതീദേവി മകന്. അപ്പം അതിന് 3-ാമത്തെ ദിവസം താരകാസുരൻ്റെ വധത്തിന് മുന്നേ കുറേ കാര്യങ്ങൾ പുരാണത്തിൽ ഉണ്ടല്ലോ. ബ്രഹ്മാവിനെ തുറങ്ങിലടയ്ക്കുന്നതും അങ്ങനെ മുരുകൻ്റെ കുറേ ബാലലീലകൾ. അതേ കണക്ക് ഈ 4-ാം ദിവസം യുദ്ധം ഇൻറ്റൻസിഫൈ ചെയ്യുന്നതിന് മുന്നേയും ഒരുപാട് ഉപകഥകളുണ്ട്. അതായത് ചാരന്മാരായിരിക്കുന്നു സൂര്യപത്മാസുരൻ താരകാസുരൻ്റെ വധം അറിഞ്ഞിട്ട്. അപ്പം അങ്ങനെ അപ്പോൾ ആ ചാരന്മാരുടെ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കുറേ പറയുന്നുണ്ട്. കുറച്ച് ഞാൻ കാരണം ഇഷ്ടംപോലെ ഉപകഥകളും പറയുന്നുണ്ട്. അപ്പം മുരുക ഭഗവാൻ ഒരുപാട് പുണ്യ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തി. കാശി, ഇപ്പോൾ വാരണാസി എന്നറിയപ്പെടുന്ന കാശിയുടെ അവിടെ, പിന്നെ ദക്ഷിണത്തിൽ കാഞ്ചീപുരം, അങ്ങനെ കളഹസ്തി, അങ്ങനത്തെ കുറച്ച് ക്ഷേത്രങ്ങളിലൊക്കെ ചെന്ന് ആരാധിച്ച്. അപ്പം പാശുപതാസ്ത്രമൊക്കെ ശിവഭഗവാനെ അച്ഛനെ പൂജിച്ച് അപ്പം ദേവിയോടൊപ്പം പ്രസാദിച്ച് അന്ന് പാശുപതാസ്ത്രം നൽകി അനുഗ്രഹിച്ചു. അപ്പം ആർക്കും ഡിഫീറ്റ് ചെയ്യാൻ പറ്റാത്ത അസ്ത്രമാണ്, തടുക്കാൻ പറ്റാത്തൊരു അസ്ത്രമാണ്. അപ്പം അതൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെയുള്ള കുറേ സ്റ്റോറിയുണ്ട്. അന്നേരം പിന്നെ മുരുക ഭഗവാൻ ചോദിക്കുന്നുണ്ട് ഇത് എങ്ങനെയാണ് ശൂരപത്മാസുരൻ്റെ, കാരണം നമ്മളൊരു ശത്രുവിനെ അറിയണമെങ്കിൽ അതിൻ്റെ റൂട്ട് കോസ് തേടി പോകണം അല്ലേ. അതാണ് ഇതിൻ്റെ കാണുന്നത്. അപ്പം ശൂരപത്മാസുരൻ്റെ ജനനം തൊട്ടേ മുരുകഭഗവാൻ, അപ്പം മുരുകഭഗവാന് ഇതൊക്കെ അറിയാം, ജ്ഞാനത്തിൻ്റെ ഉറവിടാണ്. പക്ഷെ എന്നാലും ആ ഒരു കഥയുടെ ഒരു കംപ്ലീഷന് വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ്. അപ്പം ഏറ്റവും സ്റ്റാർട്ട് ചെയ്യുന്നത് മൊത്തം എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല, കാരണം ഇന്ന് മുഴുവനും പറഞ്ഞാൽ വീഡിയോ തീരത്തില്ല, മണിക്കൂറുകളെടുക്കും. ഒരു സമ്മറി ആയിട്ട് ഞാൻ പറയാം. കശ്യപ മുനിയുടെ തപസ് മുടക്കാനായിട്ട് മായ എന്നൊരു മായയൊക്കെ എങ്ങനെ ഉണ്ടായെന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്നാലും മായ എന്നുള്ളൊരു സ്ത്രീ ശരിക്കും മായയാണ്. അപ്പം കശ്യപ മഹർഷിയുടെ, അപ്പം അസുരന്മാർ ജനിക്കണമല്ലോ, അസുരന്മാർക്ക് നല്ല പവർ വേണം. പവർ വേണമെങ്കിൽ എന്താ, അച്ഛന് നല്ല പവർ വേണം. അപ്പം നല്ല പവറുള്ള എന്നുവെച്ചാൽ ആ ഒരു തപശക്തിയും അല്ലേ, അങ്ങനെ. അപ്പോൾ അസുരന്മാർക്ക് അത്രയും പവർ കിട്ടണമെങ്കിൽ അത്രയും തപശക്തിയുള്ള മഹർഷിമാരല്ല ഇത്രയും മെഡിറ്റേറ്റ് ചെയ്ത് പവറൊക്കെ സമ്പാദിച്ച്, അല്ലെങ്കിൽ ദേവന്മാരുടെ കുട്ടികളാവണം. ദേവന്മാരുടെ കുട്ടികളാകുമ്പോൾ അത് അസുരന്മാരായി മാറില്ലല്ലോ. അപ്പം അങ്ങനെ അസുരവാസനയുള്ള എങ്ങനെയാണ് മായ എന്നുള്ള പേര് നൽകിയ ആ സ്ത്രീയെ, അതൊക്കെ പുരാണത്തിൽ പറയണുണ്ട്. എന്ത് തന്നെയാണെങ്കിലും അപ്പം കശ്യപ മഹർഷി തപസ്സിൽ പോകാൻ നേരത്ത്, കശ്യപ മഹർഷി അനേക വർഷം തപസ് ചെയ്ത് നല്ല ശക്തി പ്രാപിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം തപസ് ഇൻറ്റൻസിഫൈ ചെയ്യാനായിട്ട് പോകുന്ന വഴിക്കാണ് ഈ മനോഹരമായൊരു സുന്ദരിയുടെ രൂപത്തിൽ മായ ഇങ്ങനെ വന്നിട്ട്, അപ്പം കശ്യപ മഹർഷി ആദ്യം എന്താ പറയുക, അതിൽ മയങ്ങിപ്പോവും. അങ്ങനെ അവർ തമ്മിലുള്ള കോൺവെർസേഷൻ നല്ല രസമാണ് വായിക്കാൻ കേട്ടോ. അപ്പോൾ എനിക്ക് നിങ്ങളോട് അതൊക്കെ നമുക്കിങ്ങനെ വായിക്കുമ്പം ഓരോന്നും നിങ്ങൾക്കിങ്ങനെ പറഞ്ഞു തരണമെന്ന് തോന്നും. പക്ഷേ അങ്ങനെ പറഞ്ഞാൽ നീണ്ടു പോവും. ഈ 4 ദിവസത്തെയും ഇതിൻ്റെ സാരാംശവും എല്ലാം കൂടെ ആകത്തില്ല. എത്ര പേർക്ക് ക്ഷമയുണ്ടാവും മണിക്കൂറുകളോളം കേൾക്കാൻ പോലും അറിയത്തില്ല. അപ്പം എന്ത് തന്നെയാണെങ്കിലും മായയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് കശ്യപ മഹർഷിയിൽ മായ ക്രിയേറ്റ് ചെയ്ത ആ പെണ്ണിലുണ്ടായ കുട്ടികളാണ് ശൂരപത്മനും സിംഹമുഖനും താരകാസുരനും. പിന്നെ അതിൻ്റെ കൂടെ അവരുടെ വിയർപ്പ് തുള്ളികളിൽ നിന്ന് അനേകം അസുര പടകളുണ്ടായി, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പം അത്രയും ആ തപശക്തിയുടെ പവറെല്ലാം ഇവർക്കും കിട്ടി. അത്രയ്ക്കും പവർഫുള്ളായിട്ടാണ് ഇവരുടെ ജനനം. പക്ഷെ കുട്ടികളെല്ലാം ജനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായി, കുട്ടികൾ ജനിച്ചു കഴിഞ്ഞപ്പം കശ്യപ മഹർഷി തന്നെ പറഞ്ഞു, ഒരു മാർക്കണ്ഡേയൻ്റെ ഒരു സ്റ്റോറി പറഞ്ഞു. അപ്പോൾ ശിവഭഗവാനെ ഭജിക്കുക, അതായത് മക്കൾക്ക് പവർ കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ മാർക്കണ്ഡേയൻ്റെ ഒരു സ്റ്റോറി അതിനകത്ത് പറയുന്നത്,
വൃദ്ധരായ ബ്രാഹ്മണ ദമ്പതികൾക്ക് ജനിച്ച ഈ സ്റ്റോറി നിങ്ങളെല്ലാവരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്തായാലും ദീർഘായുസുള്ളൊരു കുട്ടിയാണോ അതോ മക്കളില്ലാത്ത ദമ്പതികളുണ്ടായിരുന്നു. ഞാൻ ചുരുക്കി പറയാം, മക്കളില്ലാത്ത ദമ്പതികളുണ്ടായിരുന്നു. അപ്പോൾ ദീർഘായുസും വിഡ്ഢിയും ആയിട്ടുള്ളൊരു കുട്ടി വേണോ അതോ ആയുസ് കുറഞ്ഞ ബുദ്ധിമാനായ സർവ്വഗുണ സമ്പന്നനായ ഒരു കുട്ടി വേണോ എന്ന് ചോദിച്ചപ്പം ആയുസ് കുറവാണെങ്കിലും സൽഗുണ സമ്പന്നനായ ബുദ്ധിമാനായ ദൈവഭക്തിയുള്ള നല്ല നന്മയുള്ളൊരു കുട്ടീനെ മതി എന്ന് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് അങ്ങനെയാണ് മാർക്കണ്ഡേയൻ ജനിച്ചത്. പക്ഷേ മാർക്കണ്ഡേയന് 16 വയസ്സായി കഴിഞ്ഞാൽ മരണാടയെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ മാർക്കണ്ഡേയൻ തപസ് അനുഷ്ഠിച്ചു ശിവഭഗവാനെ. അപ്പം 16 വയസ്സ് തികയുന്ന സമയത്ത് ശിവലിംഗത്തിൽ പോയി ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്നു. അപ്പോൾ യമൻ സമയമായപ്പോൾ വന്ന് മാർക്കണ്ഡേയൻ്റെ കഴുത്തിൽ കുരുക്കിട്ട് വലിച്ചപ്പോൾ ശിവലിംഗത്തിൽ പിടിച്ചേക്കുമല്ലേ, തൻ്റെ ഭക്തനിതല്ലേ, ശിവന് ദേഷ്യം വന്നു. ശിവൻ യമനെ തന്നെ അങ്ങ് വധിച്ചു കളഞ്ഞു. തൻ്റെ ഭക്തരോട് അത്രയ്ക്കും ഒരു കമ്മിറ്റ്മെൻറ്റും പാഷനും അല്ലേ. ശിവഭഗവാൻ അങ്ങനെയാണല്ലോ, ഭക്തർക്ക് വേണ്ടി എന്തും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ യമനെ തന്നെ അങ്ങ് തട്ടിക്കളഞ്ഞു, കോൺസിക്വൻസ് ഒന്നും. അപ്പം യമനെ നശിച്ചാൽ എന്താ ചെയ്യുന്നത്? അപ്പം ഈ മരണത്തിൻ്റെ ദേവനല്ല യമൻ. അപ്പോൾ കാലൻ വേണമല്ലോ, അല്ലെങ്കിൽ ഭൂമി ദേവി ഭാരം താങ്ങാനാവാതെ ഇതെല്ലാം സന്തുലനാവസ്ഥ എല്ലാം നഷ്ടമാവുമല്ലോ. അപ്പോൾ ദൈവങ്ങളെല്ലാം പ്രാർത്ഥിച്ചു, ദൈവഗണങ്ങളെല്ലാം പ്രാർത്ഥിച്ചു ഇങ്ങനെയൊക്കെ ആയിട്ട്. അപ്പം ശിവൻ പറഞ്ഞു, ഓക്കെ, യമൻ്റെ ആയുസ് തിരിച്ചു കൊടുത്തു. മാർക്കണ്ഡേയൻ എന്നും 16 വയസ്സുള്ള കുട്ടി തന്നെ ആയിരിക്കട്ടെ എന്നതായി. അപ്പം മരണമില്ലാത്ത ചിരഞ്ജീവിയായിട്ട്. അപ്പം ഈ സ്റ്റോറിയുടെ ഒരു ഇതായിട്ട് ശിവഭക്തരെ അത്ര ഇതായിട്ടുള്ളവരെ യമനെ പോലും അല്ലേ, അതുകൊണ്ടാണ് നമ്മൾ മഹാമൃത്യുഞ്ജയ മന്ത്രമൊക്കെ ശിവഭഗവാന്റെ ഇപ്പോൾ രുദ്രാക്ഷവും ഭസ്മവും ഒക്കെ ധരിച്ച് ശിവൻ്റെ ഭക്തരെ കാലൻ പോലും ഒന്ന് പേടിക്കും എന്നാണ് പറയുന്നത്. അപ്പം ഇത് കശ്യപ മഹർഷി പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞ് ഇതാണ് തപസ്സിൻ്റെ ശക്തി. അപ്പം നിങ്ങൾ തപോഗുണം. അപ്പം പക്ഷേ അന്നേരം അവരുടെ അമ്മയായ മായ പറഞ്ഞു, അല്ല, നിങ്ങൾക്ക് ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് പണവും പ്രതാപവും ശക്തിയും എല്ലാം വേണം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആദ്യം ചോദിക്കണം, നിങ്ങൾ മാംസവും രക്തവും ഒക്കെ കൊണ്ട് തപസ്സിൻ്റെ ശിവഭഗവാനോട് നിങ്ങൾ അധികാരവും ശക്തിയും ദേവഗണങ്ങളെ കീഴ്പ്പെടുത്താനുള്ളതും അതെല്ലാം ചോദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കുറച്ചുകൂടെ ആ ഒരു തിന്മയിലോട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ശുക്രാചാര്യരുടെ അടുത്ത് ചെന്നിട്ട് അതിനുള്ള ഉപദേശം സ്വീകരിക്കുമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഇവരങ്ങോട്ട് പോയി, ശുക്രാചാര്യരുടെ അടുത്ത് ഇത് പോയി. അപ്പോൾ മായ എന്നിട്ട് പറഞ്ഞു, ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല, എൻ്റെ ലക്ഷ്യം കഴിഞ്ഞു. പാവം കശ്യപ മഹർഷി, അയ്യോ, കാര്യമെല്ലാം കഴിഞ്ഞപ്പോൾ അവൾ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോന്നു അല്ലേ. അപ്പം കശ്യപ മഹർഷി അയ്യോ പോകില്ലേ. അപ്പോൾ അവൾ പറഞ്ഞില്ല, ഞാൻ ഈ ഒരു നിയോഗത്തിന് വേണ്ടിയിട്ടാണ് വന്നത്, എനിക്കിങ്ങനെ കുട്ടികളുണ്ടാവണമായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം കശ്യപ മഹർഷി ആകെ ശരിക്കും ആ തമിഴ് വേർഷൻ ഓഫ് സ്കന്ദപുരാണത്തിൻ്റെ കന്ദപുരാണം എന്ന് പറയുന്നതിൻ്റെ ഒരു ഇംഗ്ലീഷ് വേർഷനാണ് ഞാൻ വായിച്ചത്. അതിൻ്റെ അകത്ത് പറയുന്നതെന്ന് വെച്ചാൽ അത്രയും ഒരു എന്താ പറയുക, അതിൻ്റെ ഇത് വായിച്ചു വന്നപ്പോൾ ഒരു ബുദ്ധിഹീനത സംഭവിച്ചിട്ട് ഒരു മതിഭ്രമം പോലെ വന്നു, ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലായി കശ്യപ മുനി. കാരണം തപശക്തി എല്ലാം ചോർന്നു പോവുകയും ചെയ്തു ഇതെല്ലാം. അപ്പം സാക്ഷാൽ ബ്രഹ്മദേവൻ കാരണം പ്രത്യക്ഷപ്പെട്ടു കശ്യപ മുനിയുടെ അടുത്ത്. കാരണം എത്രയോ കാലം തപസ്സനുഷ്ഠിച്ച് നേടിയ പുണ്യമാണ്. അപ്പം പറഞ്ഞു, 2 കാര്യങ്ങളാണ് മനുഷ്യനെ മയക്കുന്നത്, ഒന്ന് മദ്യവും ഒന്ന് സ്ത്രീഭ്രമവും. മദ്യം വെച്ചാൽ ഇന്ദ്രിയങ്ങളുടെ സെൻസസ് എല്ലാം നശിക്കും, പക്ഷേ ഒരു സ്ത്രീയോടുള്ള ഒരു ഭ്രമം മൂത്ത് കഴിഞ്ഞാൽ ജീവിതം തന്നെ നമ്മൾ ആർജിച്ചെടുത്തതല്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ തപസ്സിൻ്റെ അങ്ങനെ ബ്രഹ്മാവ് അതൊക്കെ പറഞ്ഞപ്പം കശ്യപ മുനിക്ക് മനസ്സിലായി, താൻ ചെയ്ത തെറ്റെന്താണെന്ന് മനസ്സിലായി. അങ്ങനെ തിരിച്ച് തപസ് ചെയ്യാൻ പോയി. അപ്പോൾ ഈ സ്റ്റോറി പറഞ്ഞതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, അപ്പം ഈ അമ്മയുടെ ഉപദേശം സ്വീകരിച്ചിട്ട് അപ്പോൾ ശുക്രാചാര്യരെ എങ്ങനെ പറഞ്ഞു, ഇൻറ്റൻസ് ആയിട്ട് തപസ് ചെയ്തിട്ട് അങ്ങനെ ആ തപസ്സിൻ്റെ ഇൻറ്റൻസിറ്റിനെ പറ്റിയിട്ടും വിവരിക്കുന്നുണ്ട് എങ്ങനെയാണ്. അപ്പം ഈ ശൂരപത്മാസുരനും താരകാസുരനും ഒക്കെ അവസാനം എന്താ പറയുക, അവർ ഉത്തരേന്ത്യയിൽ പോയാണ് തപസ് ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോൾ അസുരന്മാർക്ക് ഉത്തരേന്ത്യ ഭാഗത്ത് ഇത്. അപ്പോൾ ശിവനാദ്യം പ്രസാദിച്ചില്ല. അപ്പം ഇവർ സിംഹമുഖനൊക്കെ തലയൊക്കെ അറുത്തിടാൻ തുടങ്ങി. അങ്ങനെ ജീവത്യാഗം വരെ, മാംസ കഷ്ണങ്ങൾ, ശൂരപത്മാസുരൻ തൻ്റെ ശരീരത്തിലെ മാംസം വരെ വെട്ടി ഹോമിക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ഒരുപാട്
ലാസ്റ്റ് സ്റ്റേജിലാണ് ശിവഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനെയാണ് അന്നേരം ഇത്രയും ത്യാഗം, ജീവത്യാഗം വരെ ചെയ്യുന്ന ഒരു ഇതായിട്ട് വന്നപ്പം ശിവഭഗവാന് വേറെ ഇരിക്കപ്പുറത്ത് ഇല്ലാതായി. കാരണം ഭക്തർ ഇത്രയും ഇത് ചെയ്തു കഴിഞ്ഞാൽ ശിവഭഗവാന് ഒരു നിവൃത്തിയില്ല അല്ലേ. അതായത് ഭക്തരിങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവർ ചോദിച്ച വരെ എല്ലാം അങ്ങ് കൊടുത്തു, ആർക്കും ഡിഫീറ്റ് ചെയ്യാൻ പറ്റരുത് എന്ന്. അപ്പം ബ്രഹ്മാവിനും മഹാവിഷ്ണുവിനും ഒന്നും ഡിഫീറ്റ് ചെയ്യാൻ പറ്റരുത്. അപ്പം ശിവഭഗവാന് പറയേണ്ടി വന്നു, എൻ്റെ ശക്തിക്ക് മാത്രമേ നിങ്ങളെ നിഗ്രഹിക്കാൻ പറ്റുള്ളൂ, എൻ്റെ ശക്തി അല്ലാത്തതിനൊന്നും നിഗ്രഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം അതുകൊണ്ടാണ് ശിവഭഗവാന്റെ ശക്തിയിൽ നിന്ന് വന്ന മുരുകൻ ഈ ജന്മം എടുത്തത് തന്നെ ഇവരെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെയുള്ള സ്റ്റോറീസൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് അത് വായിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പം ഓരോ റിലീജിയസ് പ്ലേസിൻ്റെ ആ സിഗ്നിഫിക്കൻസ്, അതായത് കാഞ്ചീപുരത്ത് പോയിട്ട് അവിടെ അപ്പം മുരുക ഭഗവാൻ ഓരോ സ്ഥലത്ത് പോയിട്ടും ഓരോ പുണ്യസ്ഥലങ്ങൾ, അതെ നമ്മളൊരു നല്ല കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുന്നതിന് മുന്നേ പ്രാർത്ഥിച്ച് അച്ഛനമ്മമാരുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് അങ്ങനെ വരിക അല്ലേ. അപ്പോൾ അതേപോലെയാണ് മുരുക ഭഗവാനും പല ഇതിനിടയ്ക്ക് ഈ സ്ഥലങ്ങളൊക്കെ പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് പാശുപതാസ്ത്രമൊക്കെ കെട്ടി വിശ്രമിക്കുന്ന സമയത്ത് ഇങ്ങനെ അതിനിടയ്ക്ക് മത്സ്യങ്ങളായിട്ട് ജനിച്ച പരാശര മുനിയുടെ പുത്രന്മാർക്ക് ശാപമോക്ഷം കൊടുക്കുന്ന കഥയൊക്കെയുണ്ട്. അതും കുറച്ച് കഥ ആയിട്ട് പറയാനുണ്ട്. അപ്പം അങ്ങനെ അവർക്കും ശാപമോക്ഷം കൊടുത്തിട്ട് വിശ്വകർമാവ് തിരുച്ചെന്തൂരിൽ നിർമ്മിച്ച മന്ദിരത്തിലാണ് വിശ്രമിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ തിരുച്ചെന്തൂർ മുരുകഭഗവാന്റെ ക്ഷേത്രം ഭയങ്കര, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, അവിടുത്തെ സമുദ്രത്തിലത്തെ കാറ്റിനും ആ പഞ്ചഭൂതങ്ങൾക്ക് വരെ അത്രയ്ക്കും ശക്തിയുള്ളതായിട്ടാണ് പറയുന്നത്. അപ്പം തിരുച്ചെന്തൂരിലാണ് വിശ്രമിച്ചത്. ഇതെല്ലാം ഈ പുണ്യസ്ഥലങ്ങളെല്ലാം സന്ദർശിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് ലാസ്റ്റ് വിശ്രമിച്ചത് തിരുച്ചെന്തൂരിലാണ്. ആ യുദ്ധം തുടങ്ങുന്നതിന് മുന്നേ ഉള്ള ആ സ്ഥലത്ത് അവിടെ വെച്ചിട്ടാണ് ഇങ്ങനെ അസുരന്മാരെക്കുറിച്ചും അവരുടെ സേനബലത്തെ പറ്റിയുള്ള എല്ലാം വിവരങ്ങളൊക്കെ ദേവഗുരു മുരുകഭഗവാനെ പറഞ്ഞു കൊടുത്തു. ബൃഹസ്പതിയാണ് ഈ അസുരന്മാരുടെ എല്ലാം കഥ പറഞ്ഞത്. ആ കശ്യപ മഹർഷിയുടെ കഥയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അത് അവിടെ ഇരുന്നാണ്, തിരുച്ചെന്തൂരിലിരുന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്കുണ്ട യുദ്ധത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ വിശ്രമ സ്ഥലമൊക്കെ കഴിഞ്ഞിട്ട് തൻ്റെ സഹോദരനല്ലേ വധിക്കപ്പെട്ടത്, താരകാസുരൻ. അപ്പം ആ താരകാസുരൻ്റെ അതിനിടയ്ക്ക് കുറേ എന്താ പറയുക ഉപകഥകളുണ്ട്. ഞാൻ പറഞ്ഞ കണക്ക് ശൂരപത്മൻ്റെ മന്ത്രി പറയുന്നുണ്ട് നേരിട്ട് യുദ്ധത്തിന് പോകേണ്ട, ആചാരന്മാരെ അയക്കാം, അങ്ങനെയൊക്കെയുള്ള കുറേ ഉപകഥകൾ. എന്തായാലും അതിൻ്റെ ആ ഒരു സാരാംശം എന്ന് പറയുന്നത്, താരകാസുരൻ്റെ വീഴ്ചയിൽ ദൈവസൈന്യം ഉത്സാഹഭരിതമായിരുന്നെങ്കിലും ശൂരപത്മൻ തൻ്റെ സഹോദരൻ്റെ മരണത്തിൽ ദഹിച്ച് ഭയാനകമായ അസുര സൈന്യത്തെ വിളിച്ചുകൂട്ടി. അവൻ തൻ്റെ മായാശക്തിയാൽ പർവ്വതങ്ങൾ, സമുദ്രങ്ങൾ, മിന്നൽ പോലെ മായാജാലങ്ങൾ എല്ലാം സൃഷ്ടിച്ചു. ആകാശവും ഭൂമിയും നടുങ്ങി. അതേസമയം മുരുകൻ ദിവ്യശാന്തിയിൽ നിറഞ്ഞു നിന്നു. അതാ അല്ലേ. അപ്പം ഇതിൻ്റെ ഒരു മെയിൻ ലെസൺ അതാണ്. നമുക്ക് ഞാൻ പറയുന്നില്ല, ഇതിൻ്റെ കൂടെ നമ്മൾ ആന്തരിക അർത്ഥം കൂടെ എടുക്കണമെന്ന്. അപ്പോൾ ശരിക്കും നമ്മൾ ആ അഹങ്കാരത്തിനെയൊക്കെ നശിപ്പിച്ച് കുറച്ചുകൂടെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്ത് ഉള്ളിലെ പവർ ഉണർത്താനായിട്ട് ശ്രമിക്കുന്ന ആ സമയത്ത് പിന്നെ വരുന്നതാണ് ഇല്യൂഷൻ. അഹങ്കാരം കഴിഞ്ഞാൽ അടുത്തയാണ് മായ അല്ലേ. അതായത് പിന്നെ നമ്മുടെ ഉള്ളിൽ വരുന്നതെല്ലാം കാമക്രോധാദികളെല്ലാം പല പല മായയിൽ നിന്ന് വരുന്ന അസുരന്മാരാണ്. അപ്പോൾ ഇതൊക്കെ എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷൻ ആയിട്ട് അസുരന്മാരായിട്ട് പറയുന്നതെല്ലാം നമ്മുടെ ഉള്ളിലെ അന്തർലീനായി കിടക്കുന്ന നെഗറ്റീവ് എനർജീസിനാണ് ഞാൻ പറഞ്ഞു കണക്ക്. അപ്പം ഈ ശൂരപത്മൻ മായാജാലം സൃഷ്ടിച്ച എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സ് തന്നെ അപ്പോൾ നമ്മൾ ആ മനസ്സിനെ തെളിച്ച് ആന്തരിക ശക്തിയെ, ആത്മാവിൻ്റെ ചൈതന്യത്തെ ഉണർത്തുന്ന പ്രൊസീജിയറാണല്ലോ ഈ വ്രതത്തിലൂടെ ചെയ്യണത്. അപ്പോൾ അങ്ങനെ നെഗറ്റീവ് ശക്തികൾ ഇങ്ങനെ പല രൂപത്തിലും ഭാവത്തിലും അതിലും മായയിൽ വരും. പക്ഷെ എന്നാലും ശരിക്കും ഒരു ആത്മാന്വേഷി ഇതേ കണക്ക് നമ്മൾ ആ പ്രിപ്പറേഷനെല്ലാം കഴിഞ്ഞ് മെഡിറ്റേഷനിലൂടെയൊക്കെ കടന്ന് മുരുക ഭഗവാൻ ദിവ്യശാന്തിയിൽ നിറഞ്ഞു നിൽക്കുന്ന കണക്ക് എന്ത് വന്നാലും അല്ലേ. അതായത് ഇതെല്ലാം സർഫസ് ചെയ്യും. നമ്മൾ ശരിക്കും ഒരു ഡീപ്പ് മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ, വ്രതത്തിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞു, വ്രതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉപവാസം എന്ന് പറഞ്ഞാൽ ഉപവസിക്കുന്നു, ഭഗവാന്റെ കൂടെ വസിക്കുന്നു. അത് ഏത് വ്രതത്തിലാണെങ്കിലും ആ ഡയറ്റിയുടെ കൂടെ വസിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഡീപ്പ് മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ, ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും വ്രതം എടുക്കുന്നു, ആഹാരം നിയന്ത്രിക്കുന്നു, ശരി ഇങ്ങനെ ആചാരങ്ങൾ ചെയ്യുന്നു, ഈ ആഗ്രഹം നടക്കുമായിരിക്കും, നടക്കത്തില്ലയോ, അങ്ങനെയൊക്കെ. ശരിക്കും നമ്മൾ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ മനസ്സിനെ തെളിച്ച് ആത്മീയ ആ ഒരു ഉണർവ് എടുത്തിട്ട് പിന്നെയാണ് അതിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് വരേണ്ടതാണ്
നമ്മളുടെ ആഗ്രഹ സഫലീകരണം. പക്ഷേ എല്ലാവർക്കും ഇപ്പോഴത്തെ ഷോർട്ട് കട്ട് കിട്ടണം അല്ലേ? ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയിട്ട് ആ വഴിപാട് ചെയ്യാം, ഈ വഴിപാട് ചെയ്യാം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, ഇത് ചെയ്തിട്ട്. പക്ഷേ ശരിക്കും നമ്മുടെ ഉള്ളിൽ ആ ഒരു ഗോഡായിട്ടുള്ള കണക്ഷൻ നമ്മൾ കണക്ട് ചെയ്യുമ്പം ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ അഹങ്കാരം കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് മായയായിട്ടുള്ള ഇല്യൂഷൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ മെഡിറ്റേഷൻ സ്റ്റേജിൽ, ഡീപ്പ് സ്റ്റേജിൽ നമ്മൾ എന്താ പറയുന്നത്, ചിന്തകളൊക്കെ വന്നു പോകും അല്ലേ? പക്ഷേ നമ്മൾ ഒരു വിറ്റ്നസ് ആയിട്ട് അത് നോക്കി നിൽക്കുക. അപ്പം മുരുക ഭഗവാൻ ആ പ്രശാന്തതയോടെ, അസുരന് എത്ര മായാജാലം കഴിഞ്ഞാൽ പ്രശാന്തത കൈവിടാതെ ആ ദിവ്യ ശാന്തിയിൽ ഇങ്ങനെ നിറഞ്ഞു നിന്ന് അവൻ തൻ്റെ 6 മുഖങ്ങളിൽ നിന്നും 6 ദിശകളിലേക്കും പ്രകാശം പരത്തി. എന്നിട്ട് വെയിലിൻ്റെ മിന്നൽ തേജസ്സിൽ ഭൂമി വിറങ്ങി. അങ്ങനെ എന്താ പറയുക, അപ്പം നമ്മൾ ആർജിച്ചെടുത്ത ശക്തി മൊത്തവും നമ്മൾ പ്രശാന്തമായിട്ടിരുന്നാൽ, അതായത് മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ എന്തൊക്കെ പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല എന്ന് പറഞ്ഞ അവസ്ഥയിൽ പോലെ ശൂരപത്മാസുരൻ അത്രയ്ക്കും ശക്തമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാലും, എത്രയൊക്കെ ഇതൊക്കെ വന്നാലും നമ്മളത് ഗോഡ് കോൺഷ്യസ്നെസ്സിൽ തന്നെ സ്റ്റഡി ആയിട്ട് നിന്ന് അതിൽ ഉറച്ച് വിശ്വസിച്ച് മനസ്സിൻ്റെ ശാന്തത കൈവിടാതെ അതിനെ അങ്ങനെയാണ് അത് നേരിടേണ്ടത് എന്ന് കാണിച്ചു തരികയാണ് ഈ ദിവസത്തിൽ ആ ഒരു നൃത്തം. പിന്നെ കഥയുടെ ബാക്കി പറയാനായിട്ട്, വീരബാഹുവാണ് സേനയെ നയിച്ചത്. അപ്പോൾ മുരുകൻ്റെ മുഖ്യ സേനാധിപനായ വീരബാഹു ദേവസൈന്യത്തെ മുന്നോട്ട് നയിച്ചു. അങ്ങനെ യുദ്ധനാഥം മുഴങ്ങുമ്പോൾ ആകാശം മിന്നലിൽ കിളർന്നു. അസുരസേന അനവധി ആയുധങ്ങളായി മുന്നേറി, വാളുകൾ, അഗ്നിബാണങ്ങൾ, മായാജാലങ്ങൾ. അപ്പം മുരുകൻ തൻ്റെ ദിവ്യായുധങ്ങളൊക്കെ എടുത്ത്, ശക്തായുധം, ദണ്ഡായുധം, വീൽ, അങ്ങനെ അതൊക്കെ ഉപയോഗിച്ചിട്ട് അവരെ നശിപ്പിച്ചു. വേദമന്ത്രങ്ങൾ മുഴങ്ങി, ദേവതകളുടെ ഗാനം ആകാശം നിറച്ചു. അങ്ങനെ മുരുകൻ്റെ 6 മുഖങ്ങൾ പ്രഭാത സൂര്യനായി ദീപ്തമായിട്ട് ഇങ്ങനെ ജ്വലിച്ചു നിന്നു, 6 മുഖങ്ങൾ. അപ്പം ശൂരപത്മൻ്റെ സേന അതിശക്തമായിരുന്നെങ്കിലും അതിൻ്റെ മുന്നിൽ എന്താ പറയുക, ഭഗവാന്റെ തേജസ്സിൻ്റെ മുന്നിൽ അതെല്ലാം. അപ്പം ആ ഒരു മുരുകൻ ഉച്ചത്തിൽ പ്രഖ്യാപിച്ചു യുദ്ധത്തിൻ്റെ സമയത്ത്, ധർമ്മം നശിക്കുമ്പോൾ ഞാൻ അത് സംരക്ഷിക്കാൻ വരും, അന്ധകാരം നിലനിൽക്കില്ല, ജ്ഞാനത്തിൻ്റെ വെളിച്ചം അതിനെ നശിപ്പിക്കും. അത് കേട്ട് ദേവസൈന്യം മുഴുവൻ വെട്രിവേൽ മുരുക ഹര ഹര എന്ന് വിളിച്ചു. അപ്പോൾ മുരുകൻ്റെ വാളിൽ നിന്ന് പുറപ്പെട്ട ദിവ്യപ്രകാശം മിന്നലായി അസുര സൈന്യം ആയിരങ്ങളായി വീണു. ശൂരപത്മൻ മായാജാലങ്ങളിലൂടെ ആകാശത്തെ മേഘങ്ങൾ കൊണ്ട് മുരുകനെ മറയ്ക്കാൻ ശ്രമിച്ചു. സമുദ്രത്തെയും ഭൂമിയെയും വിഴുങ്ങുന്ന വൻ തൂഫാനുകൾ ഉയർത്തി. പക്ഷെ മുരുകൻ തൻ്റെ വേലിലൂടെ അതെല്ലാം നശിപ്പിച്ചു. അവൻ്റെ ദിവ്യപ്രകാശം മേഘങ്ങൾ തുളച്ച് കടന്ന് ജ്ഞാനരൂപിയായി അഗ്നിയായി എല്ലാം ശുദ്ധമാക്കി. അല്ലേ, എല്ലാം ശുദ്ധമാക്കി എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ആന്തരികാർത്ഥത്തോടെ എടുക്കണം. യുദ്ധഭൂമി ഇപ്പോൾ അഗ്നിജ്വാലയായി മാറി. ഇത് പ്രതിനിധീകരിക്കുന്നത് കാർമ്മിക ബന്ധനങ്ങളുടെ ദഹനം എന്ന ആത്മീയ സത്യമാണ്. അതെ, കാരണം നമ്മളെല്ലാവരും പുനർജനിക്കുന്ന എന്ത് വേണ്ടിയിട്ടാണ്? നമ്മുടെ കാർമിക് ഡെപ്റ്റ് ക്ലിയർ ചെയ്യാനാണ്. അതെ, നമ്മൾ ഓരോ ജന്മം എടുക്കുന്നത് നമുക്ക് പ്രീവിയസ് ജന്മത്തിലുള്ള പ്രാരാബ്ധ കർമ്മങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ശരിക്കും ഒരു സോള്, ഞാൻ പലരോടും പറയാറുണ്ട്, ഒരു സോള് ജനിക്കുന്നതിന് മുന്നേ 1000 ഗർഭപാത്രങ്ങളിൽ സ്കാൻ ചെയ്യുന്ന പറയുന്നതിൽ ഏത് ഗർഭപാത്രത്തിലൂടെ ഞാൻ ജനിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഇത്രയും കർമ്മങ്ങൾ എരിഞ്ഞു തീരും എന്നതാക്കിയിട്ട്. അപ്പോൾ എവറിത്തിങ് ഈസ് പ്രീഡെസ്റ്റിൻഡ് ബൈ അവർ സോൾ ഇറ്റ് സെൽഫ്. നമ്മുടെ ആത്മാവ് തന്നെ നമ്മളതെല്ലാം പ്രീഡെസ്റ്റിൻഡ് ആയിട്ട് ഇതാണ്. അപ്പം ഓരോ ഇതും അപ്പം ഇന്ന സംഭവങ്ങൾ ഇങ്ങനെ നടന്ന് നമ്മൾ ആ ഒരു കാർമിക് ഡെപ്റ്റ് ക്ലിയർ ചെയ്യാനായിട്ടാണ് നമ്മൾ ഓരോ ജന്മത്തും ശ്രമിക്കുന്നത്, അല്ലേ? അപ്പോൾ പക്ഷേ ഈ ജന്മത്തെ കർമ്മങ്ങളും അതിൻ്റെ കൂടെ വരുമ്പോഴാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ജന്മത്തിലെ പുണ്യകർമ്മങ്ങളും അല്ലെങ്കിൽ ഈ ജന്മത്തിലെ നെഗറ്റീവ് കർമ്മങ്ങളായാലും നെഗറ്റീവായിട്ട് നമുക്ക് കാർമിക് ഡെപ്റ്റ് കൂട്ടും. പോസിറ്റീവ് കർമ്മങ്ങളാണെങ്കിൽ, പുണ്യകർമ്മങ്ങളാണെങ്കിൽ, നന്മയിൽ അധിഷ്ഠിതമായിട്ടാണെങ്കിൽ നമുക്കെന്താ ആ കാർമിക് ഡെപ്റ്റ് ക്ലിയർ ചെയ്ത് നമ്മൾ കൂടുതൽ മോക്ഷത്തിലോട്ട് എടുക്കും. അപ്പം അങ്ങനെ നമ്മൾ കാർമിക് ഡെപ്റ്റ് ക്ലിയർ ചെയ്ത് അവസാനം മോക്ഷം പ്രാപിക്കുന്നതാണ് നമ്മുടെ ആത്മാവിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം, അല്ലേ? അപ്പം ഈ ലാസ്റ്റ് യുദ്ധഭൂമി ഒരു അഗ്നിജ്വാലയായി മാറി എന്ന് പറയുന്നില്ല. അതായത് ഇത്രയും ഇതായിട്ട് നമ്മളങ്ങനെ ഒരുപാട് ഡീപ്പ് ക്ലിയർ ചെയ്ത് നമ്മുടെ അകത്തോട്ട് പോകുമ്പോൾ പിന്നെ നമുക്ക് അനുഭവിച്ച് തീർക്കാനുള്ള ആ പ്രാരാബ്ധ കർമ്മങ്ങളുടെ ആ ഒരു
ചിലർ പറയും ഞാൻ സാധന തുടങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ ജപം തുടങ്ങിയതിന് ശേഷം കൂടുതൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നു, കൂടുതൽ ദുരിതങ്ങൾ അനുഭവിക്കുന്നു എന്നൊക്കെ. എന്താണ് അത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിച്ച് തീർക്കേണ്ട പ്രാരാബ്ധ കർമ്മങ്ങൾ അത് പെട്ടെന്നതങ്ങ് എരിഞ്ഞ്, അതായത് ആ സഫറിങ്ങും കൂടെ കടന്നു പോയാൽ നമുക്ക് ഈ ജന്മത്തെ മേജർ ഡെപ്റ്റ് അങ്ങ് തീരും. അപ്പം ആ ഒരു ഫേസ് ഓഫ് സഫറിങ് ലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വി ആർ ക്ലോസർ ടു മോക്ഷത്തിൻ്റെ ഇതിലോട്ട് വരികയാണ്. അപ്പം അതാണിത് സൂചിപ്പിക്കുന്നത്. അപ്പം 4-ാം ദിവസം യുദ്ധത്തിൻ്റെ തീവ്രഘട്ടം പ്രതിനിധീകരിക്കുന്നു. അത് നമ്മളുടെ ഉള്ളിലുള്ള വാസനകൾ, കാർമ്മിക ബന്ധനങ്ങൾ, അങ്ങനെ അതിലെല്ലാം നേരിടുന്ന ഘട്ടമാണ് 4-ാമത്തെ ദിവസം. 4-ാമത്തെ ദിവസം കംപ്ലീറ്റ് ആവുന്നതോടുകൂടെ മനസ്സിലെ അശുദ്ധികളെല്ലാം തീയിൽ കരിഞ്ഞു പോകുമെന്നാണ് വിശ്വാസം. അപ്പോൾ 4-ാമത്തെ ദിവസവും നല്ല രീതിയിൽ എല്ലാവർക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി വ്രതം എടുക്കാൻ എന്തെങ്കിലും കാരണവശാൽ പറ്റാത്തവർ പോലും സാരമില്ല, വ്രതകഥ കേട്ട് ഞാൻ പറഞ്ഞില്ലേ, ഭഗവാനെ മനസ്സിൽ നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ചാൽ മതി. എല്ലാവർക്കും ശുഭദിനം.